ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, അതായത് ഒരു 10 മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കാനായിട്ട് അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 5 പച്ചമുളക് നീളനെ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ തൊട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം വേണ്ട, തൊട്ട് താഴെയായിട്ട് ഒരു പകുതിയോളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 വിസിലടിച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഈ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ 3 വിസിലടിച്ചിട്ട് എയറെല്ലാം തന്നെ പോയി വരുമ്പോഴേക്കും ഇത് നന്നായി വെന്തിട്ടുണ്ടാവും. ഉരുളക്കിഴങ്ങ് വെന്ത് വരുന്ന നേരം കൊണ്ട് ഒരു മിക്സറി ജാറിലേക്ക് 1/2 മുറി നാളികേരം ഒന്ന് ചിരകിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ല കട്ടി പാലായിട്ടാണ് നമുക്കിത് എടുക്കേണ്ടത്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ നാളികേരപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. ചെറുതായൊക്കെ ഒന്ന് ഉരുളക്കിഴങ്ങ് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം തന്നെ ഇത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായി ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിനുശേഷം മാത്രം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് നന്നായി തിളയ്ക്കരുത്, അതുകൊണ്ടാണ്. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നാളികേരപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഒപ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ച് നന്നായി തിളയ്ക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നാളികേരപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയുടെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് നിങ്ങൾ കഴിച്ച് തന്നെ അറിയണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.